യോഗി ആദിത്യനാഥ് സൽഭരണം കാഴ്ചവെക്കുന്ന ഉത്തർപ്രദേശിലെ ചില വാർത്തകളൊന്നും നോക്കാം. ഉത്തർപ്രദേശിലെ ബദൌനിൽ ഒരു പശുവിന്റെ ദേഹത്ത് കാറിടിച്ചതിന് പിന്നാലെ സർക്കാർ ഡോക്ടറെ കാറിൽ നിന്നും വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ഉസാബാനിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജായി സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ രാഹുൽ സിദ്ധാർത്ഥനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച ഉസാബാനിൽ നിന്ന് ബദൌൻ മാർക്കറ്റിലേക്ക് തന്റെ മഹീന്ദ്ര സ്കോർപിയോ കാറിൽ പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മ്യാവോൺ പ്രദേശത്ത് വെച്ച് ഡോക്ടറുടെ വാഹനം റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്ന ഒരു പശുവിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടു പിന്നാലെ പശു വാഹനത്തിന് മുന്നിൽ വീണതിനാൽ ഡോക്ടർക്ക് കാറിൽ നിന്നും ഇറങ്ങാനും സാധിച്ചില്ല. അതിന് പിന്നാലെ ഈ അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ പ്രകോപിതരാവുകയും ആ ഡോക്ടറെ കാറിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു. ഇരു കൈകളും കൂപ്പി കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചിട്ടും അക്രമികൾ മർദ്ദനം തുടർന്നു. കൂടാതെ കല്ലുകളും വടികളും ഉപയോഗിച്ച് ഡോക്ടറുടെ കാർ അവർ തല്ലിപ്പൊളിക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘമാണ് ഡോക്ടറെ അക്രമികളിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. തുടർന്ന് പരിക്കേറ്റ പശുവിനെ സമീപത്തെ ഗോശാലയിലേക്ക് മാറ്റി ചികിത്സ നൽകിയെങ്കിലും അതിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമം, കലാപശ്രമം, അക്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കണ്ടാൽ അറിയാവുന്ന 7 പേർക്കെതിരെയും മറ്റ് നിരവധി ആളുകൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേപോലെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്നാരോപിച്ച് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ തടഞ്ഞുവെച്ച് തല മൊട്ടയടിക്കുകയും ഗ്രാമത്തിലൂടെ നടത്തുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ ഉന്നാവോ ജില്ലയിലെ പതകാപൂർ ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. കേസിൽ പ്രദേശവാസികളായ രാജുവിനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഗസ്റ്റ് 1-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ജൂലൈ 30-ന് രാജുവിന്റെ വീട്ടിൽ നിന്നും 2 മൊബൈൽ ഫോണുകൾ കാണാതായിരുന്നു. അയൽവാസിയായ സോനു ഫോൺ മോഷ്ടിച്ചതാണെന്ന് രാജുവും മകനും സംശയിച്ചു. തുടർന്ന് ലക്നൌവിലേക്ക് പോയ സോനുവിനെ കണ്ടെത്തുകയും ഈ ഗ്രാമത്തിലേക്ക് ബലമായി തിരികെ കൊണ്ടുവരികയുമായിരുന്നു. പോലീസിൽ ഈ വിവരം അറിയിക്കുന്നതിന് പകരം പ്രതികൾ സോനുവിനെ ക്രൂരമായ പരസ്യ വിചാരണയ്ക്ക് വിധേയനാക്കി. മറ്റൊരാളെ വിളിച്ചു വരുത്തി സോനുവിന്റെ തല മുട്ടയടിച്ച ശേഷമാണ് ഗ്രാമവീഥികളിലൂടെ അയാളെ നടത്തിയത്. ഈ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. തുടർന്ന് പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. മർദ്ദനം, തട്ടിക്കൊണ്ടുപോകൽ, അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. തല മുട്ടയടിക്കാൻ സഹായിച്ച ആളെയും പോലീസ് ഇപ്പോൾ തിരയുകയാണ്. റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ നിയന്ത്രിക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിയുന്നില്ല. അതേപോലെ തന്നെയാണ് പരസ്യ വിചാരണ നടത്തുന്നത്. ഇടയ്ക്കിടെ കുറ്റവാളികളെ യുപിയിലെ പോലീസ് വെടിവെച്ചു കൊല്ലുന്ന വാർത്ത മാത്രമാണ് എങ്ങും ആഘോഷിക്കപ്പെടുന്നത്. യോഗിയുടെ പോലീസാണ് ശരിയെന്ന് ഇവിടെയുള്ള പലരും ഏറ്റുപറയുകയും ചെയ്യും. എന്നാൽ ആൾക്കൂട്ട വിചാരണകളും ജാതി നോക്കിയുള്ള മർദ്ദനങ്ങളും കൊലപാതകവും ഒക്കെ ഒരു തടസ്സവുമില്ലാതെ ഇപ്പോഴും നടക്കുന്നൊരു സ്ഥലമാണ് ഉത്തർപ്രദേശ്.